Okay, good morning students. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ഫാമിലി ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് അതിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ റേഞ്ചസ് ഫ്രം സ്മോൾ ഫേംസ് ടു ലാർജ് ബിസിനസ് ഹൗസസ്. Many big business houses have started their operations in foreign markets and are recognized. അതായത് ഫാമിലി ബിസിനസ്, ഫാമിലി പരമായിട്ട് നമ്മൾ ബിസിനസ് നടത്താം. അങ്ങനെ ഒരു അത് സ്മോൾ സ്കെയിലായിട്ടും നടത്താം, ലാർജ് സ്കെയിലായിട്ടും നടത്താം. അങ്ങനെ ഒത്തിരി ബിസിനസ് സംരംഭങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലും, അതല്ലാതെ ഓൾ ഓവർ ദ വേൾഡ് ആയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് അങ്ങനത്തെ ബിസിനസ് ഉണ്ട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നടത്തുന്നത്. അതിനാണ് നമ്മൾ ഈ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ബിസിനസ് ആണ് നമ്മൾ നോക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ബിസിനസ്, എന്തിനാണ് ഈ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് പോയിന്റ് ലെറ്റ് മീ വാരിയസ് ടേംസ് ആർ യൂസ്ഡ് ഇൻ ഇന്റർചേഞ്ചബിളി ഫോർ ഫാമിലി ബിസിനസ്. ദേ ആർ ഫാമിലി ഓൺഡ് ബിസിനസ്. അതായത് എന്താ ഫാമിലി ബിസിനസ് ഇപ്പോൾ അത് കൊണ്ടുവരാൻ കാരണം എന്താണ്? ഒരു ഗ്ലോബൽ റേഞ്ചിൽ നമ്മൾ ഫാമിലി ബിസിനസ്സിനെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഒരു ഫാമിലി ബിസിനസ് തുടങ്ങുന്നത്. കുറച്ചുകൂടി കംഫർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിൽ എല്ലാം നമുക്ക് ഈക്വലി മീറ്റപ്പ് ചെയ്യാം എന്നൊരു ഐഡിയയിലാണ് നമ്മൾ ഫാമിലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫാമിലി ബിസിനസ് ഈസ് എ ബിസിനസ് ഇൻ വിച്ച് 2 or more ഫാമിലി മെമ്പേഴ്സ് ആർ ഇൻവോൾവ്ഡ് ആൻഡ് മേജർ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഫാമിലി. അല്ലേ, ഒരു എന്താ പറയുക, ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 or more ഫാമിലീസ് ക്ലബ് ചെയ്തിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ് എന്തെന്ന് പറയുന്നത് ഫാമിലി ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then decision making in this kind of organization is influenced by many generations of a family by family members. അല്ലേ, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഫാമിലിൻ്റെ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തുടങ്ങുന്നത് ഒരേപോലെ ആയിരിക്കും, അതിൻ്റെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഉണ്ടായിരിക്കുക, ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കുക, അതിലെല്ലാ റിസ്ക് ടേക്കിങ്ങും എല്ലാം ഈക്വലി ഷെയർ ചെയ്യുന്ന ഒരു സംരംഭമായിരിക്കും, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭമായിരിക്കും ഈ ഫാമിലി ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ബിസിനസ്. എന്താണ് ഈ ഫാമിലി ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്താണ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? ഓൺഡ് ആൻഡ് റൺ ബൈ 2 or more മെമ്പേഴ്സ് സിംഗിൾ എക്സ്റ്റൻഡ് ഫാമിലി. അല്ലേ, അതായത് എന്താ പറയുക, 2 or അതിലധികമോ മെമ്പേഴ്സ്, രണ്ട് ഫാമിലീസ് ആയിട്ടുള്ളതാണെങ്കിലും ശരി, 2 or അതിലധികമോ മെമ്പേഴ്സ്, 2 ഫാമിലീസ് തമ്മിലുള്ള ജോയിൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആയിരിക്കും ഇതിലെ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? അപ്പം ഈക്വൽ ആയിരിക്കും, 2 പേർക്കും ഒരേ ഓണർഷിപ്പ് ആയിരിക്കും, മാനേജ് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും. മെമ്പർഷിപ്പ്, സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് മെമ്പർഷിപ്പാണ്. ഓണർഷിപ്പ് കഴിഞ്ഞ മെമ്പർഷിപ്പ് എങ്ങനെയാണ്? ഫാമിലി ബിസിനസ് എന്റർപ്രൈസ് എൻഷുർസ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻ ഹൗസ് ടാലന്റ് ഇൻ ഫാമിലി. Family members are employed on key positions in the business enterprise. Relationship amongst the family members influence their respective positions in the enterprise. അല്ലേ, ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവരെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? അവരെ ഓരോ എൻ്റർപ്രൈസസിൻ്റെ അതിലുള്ള അവരെ പൊസിഷൻ അനുസരിച്ചായിരിക്കും അതിൻ്റെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുക. Succession planning എങ്ങനെയാണ്? is important decision in business. The succession of the family business goes to the next generation. Thus the important determine who will take over the leadership. അല്ലേ, സക്സഷൻ പ്ലാനിങ് എന്ന് വെച്ചാൽ പിന്നീട് ഈ ബിസിനസ് ആര് റൺ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് അവർ അതിലുള്ള എന്താണ് അതിൻ്റെ ഒരു ലീഡർഷിപ്പ്, അതിൽ ആരാണോ ലീഡർഷിപ്പ് എടുക്കുന്നത് ആ ബിസിനസ്സിന് കുറച്ചും കൂടി നമ്മൾ പറയില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, മാനേജിങ് ക്വാളിറ്റി, അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ആരാണോ നോക്കിയിട്ട് ആ രീതിക്കായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ കൊണ്ടുപോകുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഓൺ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിലെന്താണ് എല്ലാ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ആ മെമ്പേഴ്സ് എല്ലാവരും കൂടി ആയിരിക്കും ഒരു തീരുമാനം എടുക്കുക, അതിൽ ഓവറോൾ തീരുമാനം നോക്കുക, അത് മാനേജ് ചെയ്യുക, ഒരു ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ ലോങ് ടേം ഓറിയൻറ്റേഷൻ ആയിരിക്കണം ബിസിനസ്. ദെൻ മ്യൂച്വൽ ഇൻഫ്ലുവൻസ്, അല്ലേ, എല്ലാവർക്കും ഒരേ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെന്താണ് കൺസ്ട്രക്റ്റഡ് സ്ട്രക്ചർ ആയിരിക്കും, അല്ലേ, കോൺസെൻട്രേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാമിലി ബിസിനസ്സിലുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചാൽ തന്നെ അറിയാൻ ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞു പോയിട്ടുന്നുള്ളൂ. നമ്മൾ മുന്നേ പഠിച്ച എല്ലാ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു ഫാമിലി ബിസിനസ് നടത്തുമ്പോൾ അതിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഈക്വലി ആയിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. ദെൻ എന്താണ് ടൈപ്സ് ഓഫ് ഫാമിലി ബിസിനസ്. ടൈപ്സ് ഓഫ് ഫാമിലി ബിസിനസ് എങ്ങനെയാണ്? 3 ടൈപ്പാണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ ഫാമിലി ഓൺഡ് ബിസിനസ്, ദെൻ ഫാമിലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബിസിനസ്, തേർഡ് വൺ ഫാമിലി ഓൺഡ് ആൻഡ് ലെഡ് ബിസിനസ്.
ഫാമിലി ഓൺഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഹു മജോറിറ്റി വോട്ടിംഗ് ഷെയർസ് are typically but not necessarily controlled and owned by members of a single extended family or by one family member but significantly influenced by, അതായത് ഫാമിലി ഓൺഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫാമിലീസ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. പക്ഷെ അതിൽ ഒരു ഫാമിലിക്കായിരിക്കും കുറച്ചും കൂടി എന്തുണ്ടായിരിക്കാം, ഒരു ആ ബിസിനസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും അതിനെ ആ ബിസിനസ്സിലെ മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കുക. രണ്ട് പേര് തുടങ്ങുന്നുണ്ടെങ്കിലും മറ്റേ ആൾക്കാർക്കും കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടാവും. അത് അവരെ ഷെയർ എങ്ങനെയാണോ ഇഷ്യൂ ചെയ്യുന്നത്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട്. ദെൻ ഫാമിലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഹു മെജോറിറ്റി വോട്ടിംഗ് ഷെയർസ് ആർ typically but not necessarily are controlled by owned by member or a single extended family or by one family member but significantly influenced by other member. This controlling authority enables to family determine the company's objectives. അതായത് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ഫാമിലി രണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഫാമിലി ബിസിനസ് ആയിരിക്കാം. പക്ഷേ അതിൽ ഷെയർസ് എങ്ങനെയാണ്, അവരെ വോട്ടിംഗ് ഷെയർസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വോട്ടിംഗ് ഷെയർസ് ആർ typically but not necessarily are controlled and owned by members of a single extended family. ഒരു സിംഗിൾ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് ആയിരിക്കില്ല അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജിങ് പവർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ ഫാമിലി ഓൺഡ് ആൻഡ് ലെഡ് ബിസിനസ് എന്ന് വെച്ചാൽ majority voting shares typically but not controlled and by single extended family or by one family member but significantly influenced by others. This controlling authority enables a family to determine the company's objectives, methods and strategies for reaching them as well as policies for implementing those strategies. അതായത് ഫാമിലീസ് തമ്മിൽ അതിലുള്ള ഫാമിലീസ് ജോയിൻറ്റ് ഫാമിലീസ് തമ്മിലായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും. അങ്ങനെ ഒരു 3 തരത്തിലാണ് എന്തിലുള്ളത് ബിസിനസ് ഫാമിലീസിൻ്റെ ടൈപ്സ് ഉള്ളത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യയിൽ ഒരു ഫാമിലി ബിസിനസ് കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഒരു ഫാമിലി ബിസിനസ് നോർമലി ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെ ഫാമിലി ബിസിനസ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ റോൾ ഉണ്ടാകുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് കൂട്ടുന്നു, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു, ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ മുന്നേ ഡിസ്കസ് ചെയ്ത യൂണിറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഉണ്ടാക്കുന്നു. ദെൻ ചാലഞ്ചസ് നോക്കാം. ഒരു ഫാമിലി ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഇന്നോവേഷൻ ഫോർ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. അതായത് നമുക്ക് ഇപ്പം നിലവിൽ നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെരി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റുന്നു? ടു സർവൈവ് ആൻഡ് ഗ്രോ ഇൻ ദിസ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ഇറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇന്നോവേറ്റ് ആൻഡ് ഗിവ് യുണീക്ക് വാല്യൂ ഓർ പ്രപ്പോസിഷൻ ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ. അതായത് ഇപ്പോൾ കോമ്പറ്റീഷൻ ഫീൽഡാണ് നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എൻ്റർപ്രൈസ് പുതിയ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ യുണീക്നെസ് കൊണ്ടുവരിക, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു എന്താണ് ഫാമിലി ബിസിനസ്സിനെ സംബന്ധിച്ച് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ലിമിറ്റഡ് ടാലൻറ്റഡ് അല്ലേ, ഓരോ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും ടാലൻറ്റഡ് ആയിരിക്കണം എന്നില്ല. അപ്പം ടാലൻറ്റ് കുറവുണ്ടാകുന്ന, അതായത് ടാലൻറ്റ് അൺസ്കിൽഡ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആയിരിക്കും. ദെൻ ലാക്ക് ഓഫ് സക്സഷൻ പ്ലാനിങ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മുന്നോട്ട് ഒരു സക്സഷൻ, അത് ആ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നത് ഒരു ചാലഞ്ചാണ്. പിന്നെ അത് എന്ത് ചെയ്യും, നമുക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ടെക്നോളജി നീഡ്സിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ സിബ്ലിങ്സ് റൈവലറി അല്ലേ, സിബ്ലിങ്സ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത് ഒരു ചലഞ്ചാണ്. ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്, അതല്ലാതെ മെമ്പേഴ്സ് തമ്മിലൊരു ഇൻറ്റേർണലി എന്തെങ്കിലും ചില ഫാമിലീസ് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, പേഴ്സണൽ ഇഷ്യൂസ് അല്ലേ, പേഴ്സണൽ ഗ്രഡ്ജ് അങ്ങനെയുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വരുമ്പം അതൊരു ബിസിനസ്സിന് ബാരിയറാണ്. ബയസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഒത്തിരി പേരുണ്ടാകുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും. ഒരുപാട് ഡിസിഷൻസ് വരും, ഒരുപാട് സൊല്യൂഷൻസ് വരും. പക്ഷെ അതിൽ നിന്ന് ഏതെടുത്തും ആരെയും എന്താ പറയുക വിഷമിപ്പിക്കാണ്ടും ആരെയും എന്താ പറയുക റെസ്പെക്റ്റ് ഇല്ലാതെ നമുക്കൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടു മച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് ബിസിനസ് അല്ലേ, ബിസിനസ്സിനെ ഒരു ടു മച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഫാമിലി ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷണലി നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും പിന്നെ ആ ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്തിൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഒരു പ്രശ്നമായിരിക്കാം. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ഇല്ലാതിരിക്കുക. നമ്മൾ ഫാമിലി ബിസിനസ്സിൽ എല്ലാവരും പ്രൊഫഷണൽസ് ആയിരിക്കണമെന്നില്ലല്ലോ, അപ്പോൾ അതിലൊരു കുറവ് വരുന്നത്. ഫിനാൻസിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്രയും എന്താണ് ചാലഞ്ചസ് ആയിരിക്കും ഒരു ഫാമിലി ബിസിനസ്സിന് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്.
നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു ഒരുപാട് ഫാമിലി ബിസിനസ് നമ്മൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് നമ്മൾ കാണുന്നുണ്ട്. അടുത്തൊക്കെ നമുക്ക് ഒത്തിരി ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ ടാറ്റ, റിലയൻസ്, TVS, അങ്ങനെയുള്ള ആദിത്യ ബിർള, അങ്ങനെ ഗോദ്രേജ്, അങ്ങനെയുള്ള കുറേ യൂണിക് കമ്പനീസ് ഉണ്ട്. ദേ ആർ സ്റ്റാർട്ടിങ് ആൻഡ് ദെയർ ഓൺ ഫാമിലി ബിസിനസ് ആണ്. ഓക്കെ, അപ്പം അതൊക്കെ ഒരു സക്സസ്ഫുൾ ബിസിനസ് എൻ്റർപ്രൈസസ് ആണ് ഇപ്പം നമുക്ക് മുന്നിലുള്ളത്. പിന്നെ ഫാമിലി ബിസിനസ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ റീസൺസ്, ഫാമിലി കോൺഫ്ലിക്റ്റ് എന്തൊക്കെ റീസൺസ് ഉണ്ടാവാം. ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഒരു ബിസിനസ്സിൽ ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അർത്ഥം. അതായത് തർക്കങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ അതിനുള്ള റീസൺസ് എന്നാണ്. അത് ഫസ്റ്റ് വൺ എന്താ, ഡിഫറെൻറ്റ് പ്രയോറിറ്റി ഓഫ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. അല്ലേ, ഓരോ ഫാമിലിയിൽ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ നോർമലി ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ കാണുമ്പോഴുള്ള എല്ലാ കോൺഫ്ലിക്റ്റും ഇതിലും ഉണ്ടായിരിക്കും ഫാമിലീസ് വരുമ്പം. അപ്പോൾ അവർ തമ്മിൽ കാണുമ്പോഴാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇമോഷണൽ ഇഷ്യൂസ് വരുന്ന പ്രശ്നങ്ങൾ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലേ, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പേഴ്സണൽ ഗ്രഡ്ജ്, ലാക്ക് ഓഫ് പ്രോപ്പർ സക്സഷൻ പ്ലാനിങ് ഉണ്ടാകുന്നത്, പിന്നെന്താ പേഴ്സണൽ ബിസിനസ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്. അല്ലെ, സ്വന്തമായ ബിസിനസ് റൺ ചെയ്ത് പോകുന്ന ആൾക്കാരാകുമ്പം ഈ ഫാമിലി ബിസിനസ്സിലേക്ക് കോൺസെൻട്രേഷൻ കുറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്യൂ മെമ്പേഴ്സ്. അല്ലേ, ചില മെമ്പേഴ്സിൻ്റെ എന്താണ് എല്ലാവരും കറക്റ്റ് സമയത്ത് എല്ലാത്തിനും വന്നിട്ട് ഇതാവണം എന്നില്ല, അത് അവരെ ഒരു കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് കോൺഫ്ലിക്റ്റിന് കാരണമാവും. ദെൻ നമ്മൾ നോക്കുന്നത് സക്സസ് സ്റ്റോറീസ്. സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞില്ല, നമുക്ക് ഒത്തിരി നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ, അതായത് നമ്മളൊരു എൻ്റർപ്രൈസസ് സ്ഥാപിക്കുന്നത് തൊട്ടിട്ട് അത് എങ്ങനെ വരണം എന്നുള്ള ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മൾ നോക്കി. അതിൽ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സക്സസ് ആയ കുറേ ആൾക്കാരെ ചില ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സക്സസ് സ്റ്റോറീസ് ഓഫ് ഫസ്റ്റ് തുടക്കം വന്ന കുറേ എൻ്റർപ്രണർ, അത് ജസ്റ്റ് ഒരു നിങ്ങളൊരു ഹിസ്റ്ററി പോലെ വായിച്ച് പോകേണ്ട ഒരു ചാപ്റ്റർ ആയിട്ട് ഇതിലുള്ളത്. അവർ സ്മോൾ ബിസിനസ് ഓണേഴ്സിൻ്റെ സക്സസ് സ്റ്റോറീസ്, ലാർജ് ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ സക്സസ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ്റെ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പം അതല്ലാതെ ഇപ്പം ഒരു ഫാമിലി ബിസിനസ് അല്ലാതെയും ഒരു ഇന്ത്യയിൽ സക്സസ് സ്റ്റോറീസ് അല്ല സക്സസ് എൻ്റർപ്രൈസസ് നടത്തുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ടാറ്റ, റിലയൻസ്, ആദിത്യ ബിർള, ഗോദ്രേജ്, TVS ഗ്രൂപ്പ്സ്. അല്ലേ, നമുക്കത് ബ്രാൻഡ് പേര് കേട്ടാൽ തന്നെ ഓരോ ആൾക്കും ഇപ്പോൾ അറിയുന്ന ഒരു ലെവലിൽ അവരെ ഗ്രോത്ത് ഉണ്ടായത് ഈ പറഞ്ഞ പോലെ ഓരോ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് സ്റ്റെപ്പും വെച്ചാണ്. പിന്നെ ഒരു ഫാമിലി ബിസിനസ് ഓറിയൻറ്റഡ് ബിസിനസ്സും ആയിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് യൂണിറ്റിൽ നമ്മളിപ്പോൾ കവർ ചെയ്തത്. അതായത് ഫാമിലി ബിസിനസ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നു നോക്കി, അതിൽ വരുന്ന ചലഞ്ചസ്, ഫാമിലി ബിസിനസ് കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാവാം, അതിനുള്ള കാരണങ്ങൾ, ദെൻ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് പോവാം.